എല്ലാവർക്കും വന്ദനം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജനുവരി 6-ാം തീയതി ചൊവ്വാഴ്ചയാണ്. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഈ നിമിഷം എന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അതിന് കാരണം നമ്മുടെ സഹോദരൻ ക്രിസ് ജോൺസണുമായി ഞാൻ ഇപ്പോൾ ഒരു ദീർഘസംഭാഷണം പൂർത്തിയാക്കിയതേയുള്ളൂ. ക്രിസുമായി സംസാരിക്കുന്നത് എപ്പോഴും വലിയൊരു ഉന്മേഷമാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ പലരും കരുതുന്നത് പോലെ ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. മറിച്ച് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും വ്യക്തിപരമായ വിശേഷങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും ഒക്കെയാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. ബിസിനസ്സിനപ്പുറം നല്ലൊരു സൗഹൃദം സൂക്ഷിക്കാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് തത്സമയം വരാൻ സാധിച്ചില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എന്റെ മകളുടെ വീട്ടിലായിരുന്നു. അവിടെ എന്റെ ഇളയ കൊച്ചുമകനെ സന്ദർശിക്കാൻ പോയതായിരുന്നു. തിരക്കുകൾ കാരണം എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താൻ സമയം ലഭിച്ചില്ല. അതുകൊണ്ട് അല്പം കൂടി വ്യക്തത വരുത്തിയ ശേഷം ഇന്ന് നിങ്ങളെ കാണാമെന്നു കരുതി. ഇപ്പോൾ കാര്യങ്ങൾ ശാന്തമായതുകൊണ്ട് നമുക്ക് ഈ വിഷയം ആഴത്തിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പിൻവാങ്ങി ഒരുങ്ങുക എന്ന പ്രക്രിയയെക്കുറിച്ചാണ്. ബിസിനസ്സിലും ജീവിതത്തിലും ഇത് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ഞാൻ പ്രത്യേകം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ കമ്പനിയുടെ മേധാവിയിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങളല്ല. നിലവിലെ സാഹചര്യങ്ങളെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ മാത്രമാണിത്. ബിസിനസ്സിൽ ഒരു താൽക്കാലിക വിരാമം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ ഗുണം ചെയ്യും എന്ന് നമുക്ക് പരിശോധിക്കാം. ബിസിനസ്സിലെ ഈ പിൻവാങ്ങൽ എന്നത് ഒരു തന്ത്രപരമായ നീക്കമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് നിർത്തി, നിലവിലെ സാഹചര്യം വിലയിരുത്തി, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കുന്നു. ഇത് പരാജയത്തിന്റെ ലക്ഷണമല്ല, മറിച്ച് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനും ശരിയായ വേഗത വീണ്ടെടുക്കാനുമുള്ള ഒരു നേതാവിന്റെ കഴിവാണ്. ചിലപ്പോൾ നമ്മൾ അമിതമായ ആവേശത്തിൽ ഓടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഒന്ന് വേഗത കുറച്ച് വലിയൊരു ചിത്രത്തെ മൊത്തമായി കാണാൻ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ബിസിനസ്സിന്റെ ആകെത്തുക പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നമുക്ക് ബോധ്യപ്പെടും. എപ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ഇടവേള എടുക്കേണ്ടതെന്ന് അറിയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ മുന്നേറ്റത്തിന്റെ വേഗത കുറയുമ്പോഴോ വളർച്ച തടസ്സപ്പെടുമ്പോഴോ ഒന്ന് നിർത്തി ആലോചിക്കണം. കൂടെ ജോലി ചെയ്യുന്നവർക്ക് ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാതെ വരുമ്പോഴോ അവർ മാനസികമായി തളർന്നു പോകുമ്പോഴോ ഒരു ഇടവേള ആവശ്യമാണ്. വിപണിയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോഴോ ഒരു പദ്ധതി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോഴോ ഒന്ന് പിൻവാങ്ങുന്നത് നല്ലതാണ്. നമ്മുടെ ബിസിനസ് രീതി നിലവിലെ സാഹചര്യത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാൻ ഇത് സഹായിക്കും. ജോലിഭാരം കൊണ്ട് നമുക്ക് മടുപ്പ് തോന്നുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ക്രിസുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അവധിക്കാലം ആഘോഷിക്കുമ്പോൾ താൻ ജോലിയെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കിയാൽ മാത്രമേ പുതിയ ഊർജ്ജത്തോടെ തിരികെ വരാൻ സാധിക്കൂ. ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ വേരുകൾ എവിടെയാണെന്ന് കണ്ടെത്തണം. അതിന് ശാന്തമായി ഇരുന്നുള്ള ചിന്ത അത്യാവശ്യമാണ്. പലതരം പിൻവാങ്ങലുകൾ ഉണ്ട്. നിലവിലെ രീതികളെ വിലയിരുത്താനുള്ള വിശ്രമം, തെറ്റായ ദിശയിലാണെങ്കിൽ അത് തിരുത്താനുള്ള വിശ്രമം, പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള വിശ്രമം, കൂടാതെ വ്യക്തിപരമായ വിശ്രമം എന്നിവയാണോ? നിങ്ങളുടെ ബിസിനസ് ലക്ഷ്യങ്ങളുമായി പ്രവർത്തനങ്ങൾ ഒത്തുപോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇടയ്ക്കിടെ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തണം. ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ നോക്കി നമ്മുടെ രീതികൾ മാറ്റണം. പുതിയ ആശയങ്ങൾ ഉദിക്കാൻ ബുദ്ധിപരമായ ചർച്ചകൾക്ക് സമയം കണ്ടെത്തണം. ഏറ്റവും പ്രധാനം വ്യക്തിപരമായ വിശ്രമമാണ്. ദിവസേനയോ ആഴ്ചയിലോ സ്വയം വിലയിരുത്താൻ സമയം കണ്ടെത്തണം. ജോലിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കാതെ സ്വന്തം ആരോഗ്യത്തിനും സമാധാനത്തിനും വേണ്ടി സമയം കണ്ടെത്തുന്നത് വരാനിരിക്കുന്ന തളർച്ചയെ തടയും. വ്യായാമം ചെയ്യുന്നതും ശുദ്ധവായു ശ്വസിക്കുന്നതും നിങ്ങളുടെ ബിസിനസ്സിനും നല്ലതാണ്. എങ്ങനെയാണ് ഫലപ്രദമായി ഒരുങ്ങുന്നത് എന്ന് നോക്കാം. ആദ്യം എല്ലാം നിർത്തി ഒന്ന് ദീർഘമായി ശ്വസിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ തെറ്റായതെന്ന് പരിശോധിക്കുക. എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യുക. സത്യാവസ്ഥകൾ മനസ്സിലാക്കിയാൽ മാത്രമേ പരിഹാരം കാണാൻ സാധിക്കൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുക. ഉപഭോക്താക്കളുടെയും വിപണിയുടെയും വിവരങ്ങൾ ശേഖരിക്കുക. നമ്മുടെ പഴയ ലക്ഷ്യങ്ങളെക്കുറിച്ച് വീണ്ടും ഓർക്കുക. പിന്നീട് കൃത്യമായ ഒരു കർമ്മപദ്ധതി തയ്യാറാക്കുക. അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കി ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിട്ടു നൽകുക. എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ തളർന്നു പോകും. ഒരു നല്ല ഭരണാധികാരി എന്നാൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി വീതിച്ചു നൽകുന്ന ആൾ കൂടിയാണ്. പുതിയ പദ്ധതികളെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായ ധാരണ നൽകുക.
ചെറിയ സമയത്തേക്കുള്ള ഇത്തരം ചിന്തകൾ ഭാവിയിലെ വലിയ പ്രതിസന്ധികളെ തടയും. ഫിൻലൻഡ് എന്ന രാജ്യം ഇപ്പോൾ 3 ദിവസത്തെ ജോലി എന്ന രീതി പരീക്ഷിക്കുന്നുണ്ട്. 5 ദിവസം ശ്രദ്ധയില്ലാതെ ജോലി ചെയ്യുന്നതിനേക്കാൾ 3 ദിവസം പൂർണ്ണ ശ്രദ്ധയോടെ ജോലി ചെയ്യുന്നത് മികച്ച ഫലം നൽകുമെന്ന് അവർ കണ്ടെത്തി. ബാക്കി സമയം അവർക്ക് വിശ്രമിക്കാനും സ്വയം നവീകരിക്കാനും ലഭിക്കുന്നു. ഇത് അവരെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഇത്തരത്തിൽ തന്ത്രപരമായ പിൻവാങ്ങലുകൾ നടത്തുന്നതിലൂടെ ബിസിനസ്സിൽ വ്യക്തതയും ആത്മവിശ്വാസവും കൈവരും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് എന്റെ മാത്രം നിരീക്ഷണങ്ങളാണ്. നമ്മൾ ഇപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കഴിഞ്ഞ ക്രിസ്മസ്, പുതുവത്സര അവധിക്കാലത്ത് നമ്മൾ എല്ലാവരും വിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാവരും പുതിയ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ മാസവും ഈ വർഷവും നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് ഞാൻ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ വലിയ സന്തോഷം. നാളെ ഇതേ സമയത്ത് മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, വന്ദനം.